ഇന്നിപ്പോ മഹാശിവരാത്രിയായി. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണിത്. അപ്പോൾ വേറൊന്നുമല്ല, എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു വീഡിയോസ് ഒക്കെ കൊള്ളാം, ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നീ പ്ലാൻ പറ. ഓക്കെ, വീഡിയോയിൽ എപ്പോഴും ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ ആയി. അപ്പൊ ഇനി എക്സിക്യൂഷന്റെ സമയമായി. കാരണം ഇപ്പൊ ഇതാണ് അവസ്ഥ. ആലപ്പുഴയിൽ, ഓക്കെ, ഇത് ബീഹാറോ അല്ലെങ്കിൽ വേറെ രാജ്യത്തൊന്നും അല്ല, ആലപ്പുഴയിൽ അച്ഛനും ആ ഒരു അമ്മയുടെ അനിയനും എല്ലാവരും കൂടി ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. ഓക്കെ, അതായത് ഇതെല്ലാം ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം. ആ സബ് കോൺഷ്യസ് ക്യാൻസറും ആ ഒരു അല്ലെ സത്താൻ 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 സാത്താന്മാർ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന പേര് സാത്താൻ എന്നല്ല, അവർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് വേദങ്ങളിലെല്ലാം ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, കലി. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് കലിയുഗമായിരുന്നു. ഓക്കെ, ആയിരുന്നു എന്നാണ്, കഴിഞ്ഞു. കാരണം ഞാൻ ഇത് റിലാക്സ് കോഴ്സ് എന്നുള്ള രീതിയിൽ മെയിൽ എഴുതിയിട്ട കാര്യമാണ്. സ്റ്റാർട്ടഡ് ഹാപ്പി ഹെൽത്തി യുഗം. ഓക്കെ, അതിനുശേഷമാണ് ഈ സാത്താന്മാരുടെ മുഖം എല്ലാം പുറത്തേക്ക് വന്നതും. അതോടൊപ്പം തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ, ഇലുമിനാറ്റി സൊസൈറ്റി എക്സ്പാൻഷൻ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ നാശം, അതെല്ലാം അവര് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോ നിൽക്കുന്ന എന്റെ ഹോളിസ്റ്റിക് റീചാർജ് ഗ്രൂപ്പിലാണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ദി ഫ്യൂച്ചർ ഈസ് റിട്ടൺ ഇൻ ദീസ് പേപ്പേഴ്സ്. അതായത് ഈ ചുറ്റും കാണുന്ന പേപ്പറുകളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ നടക്കുന്നതാണ്. ഓക്കെ, അതായത് നേച്ചേഴ്സ് ലോ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്രകൃതി നിയമം. അതായത് ഇപ്പൊ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളാണ് എല്ലാം നടക്കുന്നത് അല്ലെ. നിയമമില്ല, ന്യായമില്ല, നീതിയില്ല, കാരുണ്യമില്ല, അച്ഛനമ്മ എന്നുള്ള ബോധമില്ല, എല്ലാവർക്കും അസുഖം അസുഖം അസുഖം. ഈ പണത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ, മതത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു മുസ്ലിം ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു, വീട്ടുകാരുടെ ആ ഒരു വിട്ടിത്തരം കാരണം. അപ്പൊ ഈ സിസ്റ്റങ്ങളെല്ലാം ഞാൻ കഴുകി മാറ്റുന്നതാണെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 2027 ശിവരാത്രി ഒരു വർഷമുണ്ട്. ഓക്കെ, 365 ദിവസമുണ്ട്. അതിനുള്ളിൽ തന്നെ ഞാൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് എന്താണെന്നല്ല സസ്പെൻസ്. ഓക്കെ, ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ മാറ്റുന്നതാണ്. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം എനിക്ക് നടത്തേണ്ട കാര്യമാണ്. ഓക്കെ, അതായത് ഒരു പുതിയ യുഗം ഇവിടെ പിറന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഈസിലി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കാണാം. ഓക്കെ, ഈ പറയുന്ന ഭൂമി പച്ചപുതപ്പിക്കലും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഉള്ളു കഴുകണം. മൈൻഡ് എല്ലാം പൊല്യൂട്ടഡ് ആയി അല്ലേ. ആ ഒരു സബ് കോൺഷ്യസിലെല്ലാം വൃത്തികേടായി കഴിഞ്ഞു. പോലീസിനൊന്നും ഭയമില്ല അല്ലേ. പോലീസൊക്കെ റോട്ടിൽ നിന്ന് ഇടിക്കുന്നു, കുത്തുന്നു. അതായത് നീതിന്യായ വ്യവസ്ഥകളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഡെമോക്രസി എന്നുള്ള ആ ഒരു വലിയൊരു ഫൂളിഷ് മരം താഴ്ത്ത് വീണ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ റീപ്ലേസ്മെന്റ് തന്നെ വേണം. കാരണം നാട് നശിക്കാൻ സമ്മതിക്കില്ല. കാരണം നമ്മുടെ പൂർവീകർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. 2026 വരെ. ഓക്കെ, ഗാന്ധിജി ആണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും വേദേന്ദ്ര മഹർഷി ആണെങ്കിലും. അപ്പൊ ലോകത്തുള്ള എല്ലാവരുടെ പട്ടിണി മാറ്റാനുള്ള എന്റെ ആ ഒരു ജീവാമൃത പുനർജീവനം എന്നുള്ള മഹായജ്ഞം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനി നിങ്ങൾ വിസിബിളി നിങ്ങൾ കണ്ടു തുടങ്ങും. ഓക്കെ, എന്റെ മാറ്റങ്ങളും ഞാൻ ആരാണെന്നും ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ സംരക്ഷിക്കുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന പീഡനവും കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ ഇറിറ്റേഷൻ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഉന്മൂലനമായിട്ട് ഇല്ലാതാക്കും. അതോടൊപ്പം തന്നെ ക്രൈംസ് ഒന്നും ഇല്ലാത്ത, ഡ്രഗ്സ് ഒന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി, ആർക്കും പട്ടിണിയില്ല, അസുഖമില്ല, ആ ഒരു സൊസൈറ്റി എനിക്ക് വാർത്തെടുക്കണം. അതായത് ഇത് നാളെ നടക്കുന്ന കാര്യമല്ല, ഭാവി തലമുറക്ക് വേണ്ടി. ഓക്കെ, എന്തായാലും ഒരു ഉറപ്പ് പറയാം, 2030 എല്ലാം ഞാൻ ശരിയാക്കുന്നതാണ്. ഓക്കെ.